പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. റോമാലേഖനം 11 23 അവിശ്വാസത്താൽ നിലനിൽക്കാഞ്ഞാൽ അവരെയും കൂടെ ഒട്ടിക്കും, അവരെ വീണ്ടും ഒട്ടിപ്പാൻ ദൈവം ശക്തനല്ലോ. ഹല്ലേലൂയ. മുറിച്ചു കളഞ്ഞ കൊമ്പുകളെ, തള്ളിക്കളഞ്ഞ കൊമ്പുകളെ ഹല്ലേലൂയ മരത്തിൻ്റെ ശാഖയോട് വീണ്ടും ഒട്ടിക്കുവാൻ ദൈവം ശക്തനാ. അവിശ്വാസത്തിൽ നിലനിൽക്കാഞ്ഞ് ദൈവത്തെങ്കിലേക്ക് മടങ്ങി വരുമ്പോൾ, ദൈവത്തെങ്കിലേക്ക് തിരിയുമ്പോൾ നമ്മെ വീണ്ടും ഒട്ടിപ്പാൻ നമ്മുടെ ദൈവം കരുണയുള്ളവനാ, നമ്മെ കൈവിടാത്തവനാ, നമ്മെ ഉപേക്ഷിക്കാത്തവനാ. ഇന്ന് രാവിലെയും ഈ വചനം കേൾക്കുന്ന കർത്താവിൻ്റെ പ്രിയ പൈതലേ, ജീവിതത്തിൽ നമ്മെ എന്നേക്ക് തള്ളിക്കളയുന്നവനല്ല നമ്മുടെ ദൈവം. നമ്മുടെ ദൈവം കരുണയും ദയയും മനസ്സലിവും ഉള്ള ദൈവമത്രേ. തൻ്റെ മക്കളെ തന്നിലേക്ക് മടക്കിക്കൊണ്ടുവരുവാൻ, തൻ്റെ മക്കളെ യഥാസ്ഥാനപ്പെടുത്തുവാൻ നമ്മുടെ കർത്താവ് എല്ലാ കാലത്തും ശ്രമിക്കുന്ന നല്ല പിതാവത്രേ. അവൻ ആർദ്രതയുള്ള ഹൃദയമുള്ളതിനാൽ ഇന്ന് രാവിലെയും നമുക്കവനെ ആരാധിക്കാം, സ്തുതിക്കാം, നന്ദി പറയാം. ഇതുവരെയും നമ്മെ കൊണ്ടുവന്ന ദൈവം ഇനിയും നടത്തുവാൻ വിശ്വസ്തനായ ദൈവമത്രേ. വീണുപോയതിനെ നിവർത്താൻ, ഹല്ലേലൂയ, മുറിച്ചു കളയപ്പെട്ടതിനെ വീണ്ടും ചേർക്കാൻ, യഥാസ്ഥാനപ്പെടുത്തുവാൻ നമ്മുടെ കർത്താവ് വിശ്വസ്തനത്രേ, മാറാത്ത ദൈവമത്രേ. നിങ്ങൾക്കറിയാമല്ലോ, വേദപുസ്തകത്തിൽ യേശു കർത്താവിൻ്റെ ഉയർപ്പിനോടനുബന്ധിച്ച് ഒരു ചരിത്രം ഇങ്ങനെ പറയുന്നു. 2 ശിഷ്യന്മാർ യെരുശലേമിൽ നിന്ന് എമാവുസിലേക്ക് പോകുന്നു. കർത്താവിൻ്റെ ഹല്ലേലൂയ പ്രവർത്തന മണ്ഡലമായ യെരുശലേമിൽ നിന്ന് ഇതാ ദൂരദേശത്തേക്ക് അവർ മാറിപ്പോകുന്നു. ഇതിനെ ഒരു പിന്മാറ്റമായി പലപ്പോഴും വേദപുസ്തക ചരിത്രകാരന്മാർ അല്ലെങ്കിൽ പണ്ഡിതന്മാർ വിവരിച്ചു പറയാറുണ്ട്. യെരുശലേമിൽ നിന്ന് എമാവൂസിലേക്കുള്ള യാത്ര, കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് ദൂരസ്ഥലത്തേക്ക് ഹല്ലേലൂയ നടന്നു നീങ്ങുന്ന ശിഷ്യന്മാർ, ഹല്ലേലൂയ അവർ നിരാശയിലെ നടപ്പമാ. ഹല്ലേലൂയ അവരുടെ നടത്തത്തിൻ്റെ പുറകിലെ കാരണം ഹല്ലേലൂയ നിരാശയത്രേ. അവർ പറഞ്ഞു, ഞങ്ങൾ കാത്തിരുന്ന യേശു ഇസ്രായേലിൻ്റെ രാജാവെന്ന് ഞങ്ങൾ വിശ്വസിച്ചു, എന്നിട്ട് ഇതാ അവൻ മരിച്ചിട്ട് ഇന്ന് 3 നാളായി. ഹല്ലേലൂയ അവനെക്കുറിച്ച് ഒരു വിവരവും ഞങ്ങൾക്കില്ല എന്ന് പറഞ്ഞ് നിരാശയോടെ പോകുന്നു. തങ്ങൾ കാത്തിരുന്ന ദൈവം ഇസ്രായേലിൻ്റെ രാജാവെന്ന് അവർ ആശിച്ചു, ഒരു രാജ്യം ഉണ്ടാക്കുമെന്ന് വിചാരിച്ചു. എന്നാൽ യേശു ഇപ്പോൾ ഭൂമിയിലില്ല എന്ന് പറഞ്ഞ് നിരാശയുടെ വാക്കു പറഞ്ഞ് പലതിനെക്കുറിച്ച് തർക്കിച്ച് വാദിച്ച് അവർ പിന്മാറ്റത്തിലേക്ക് പോകുന്നു. ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവരെ പോലെ ദൈവത്തിൻ്റെ സമാധാനത്തിൽ നിന്ന്, ദൈവിക സന്തോഷത്തിൽ നിന്ന്, ദൈവിക സാന്നിധ്യത്തിൽ നിന്ന് അവർ ദൂരത്തേക്ക് പോകുന്ന ഒരു ചരിത്രമാണ് ലൂക്കോസ് സുവിശേഷം 24 നാം വായിക്കുന്നത്. എന്നാൽ എന്താ പ്രത്യേകത? നാം ചിന്തിച്ചതുപോലെ വീണതിനെ വീണ്ടും നിവർത്താൻ, മുറിക്കപ്പെട്ടതിനെ വീണ്ടും ചേർത്ത് ഒട്ടിക്കാൻ, യഥാസ്ഥാനപ്പെടുത്താൻ നമ്മുടെ കർത്താവ് വിശ്വസ്തനത്രേ. ഹല്ലേലൂയ. ലൂക്കോസ് സുവിശേഷം 24 വായിക്കുമ്പോൾ യേശു ചെയ്ത ചില കാര്യങ്ങൾ നമുക്ക് ഒന്ന് ചിന്തിക്കാം. ഒന്ന്, യേശു അവരോട് കൂടെ ചേർന്ന് നടന്നു. യേശു അവരോട് കൂടെ നടന്നു എന്ന് ലൂക്കോസ് 24 ഹല്ലേലൂയ 13 മുതൽ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. 15 പറയുന്നു, യേശു അവരോട് കൂടെ ചേർന്ന് നടന്നു. ഇന്ന് രാവിലെയും ജീവിതത്തിൻ്റെ നിരാശയിലേക്ക് നീ പോയാലും നിൻ്റെ കൂടെ ചേർന്ന് നടക്കുന്ന ഒരു കർത്താവുണ്ട്. അവൻ നിന്നെ അനാഥനായി വിടുകയില്ല, തനിയെ വിടത്തില്ല, ഒറ്റപ്പെടുത്തത്തില്ല, അവൻ കൂടെ നടക്കും. പ്രിയരെ, ഈ പകൽക്കാലം നാം തിരിച്ചറിയേണ്ട ഏറ്റവും വലിയ സത്യമത, ജീവിതത്തിൽ ആര് കൂടെയില്ലെങ്കിലും കൂടെയുള്ളൊരു കർത്താവുണ്ട്. പടകിന് നേരെ ഓളവും തിരമാലയും അടിച്ചപ്പോഴും ശിഷ്യന്മാർക്കൊരു കാര്യം അറിയാം, ഞങ്ങളുടെ പടകിൽ യേശുവുണ്ട്. വീട്ടിൽ വീഞ്ഞു തീർന്നപ്പോഴും വീട്ടുകാരൻ ഒരു കാര്യം ഹല്ലേലൂയ അറിയാം, ആ വീട്ടിൽ യേശുവിനെ വിളിച്ചിരുന്നു. ലാസർ ഹല്ലേലൂയ മരിച്ചാലും നാറ്റം വമിച്ചാലും ഹല്ലേലൂയ ഒരു കാര്യം മനസ്സിലാക്കണം, കർത്താവിൻ്റെ സാന്നിധ്യമുണ്ടോ അത് അവസ്ഥയെ മാറ്റും. ഇതാ യേശു കൂടെ നടന്നു. തുടർന്നുള്ള വാക്യങ്ങൾ പറയുന്നു, അവർ തർക്കിച്ചും സംസാരിച്ചും കൊണ്ടുപോകുമ്പോൾ യേശുവും അവരോട് സംസാരിച്ചു. ഇന്ന് രാവിലെയും ജീവിതത്തിൻ്റെ പ്രതിസന്ധി കണ്ടിട്ട് മിണ്ടാതെ ഇരിക്കുന്ന, അനങ്ങാതെ ഇരിക്കുന്ന ഒരു ദൈവമല്ല നമ്മുടെ കർത്താവ്. നമ്മുടെ കർത്താവിൻ്റെ പ്രത്യേകത, അവൻ സംസാരിക്കും. നിന്നെ യഥാസ്ഥാനപ്പെടുത്താൻ, നിന്നെ ധൈര്യപ്പെടുത്തുവാൻ, നിന്നെ മടക്കിക്കൊണ്ടുവരുവാൻ അവൻ സംസാരിക്കും. അവൻ്റെ വാക്കിന് ശക്തിയുണ്ട്. അവൻ സംസാരിച്ചാൽ, അവൻ ആശ്വസിപ്പിച്ചാൽ ലോകം ഇടപെടുന്നത് പോലെയല്ല. ഇന്ന് രാവിലെയും പ്രിയരെ, നമ്മോട് സംസാരിക്കുന്ന ഒരു നല്ല അപ്പൻ
നമുക്കുണ്ട്. നമ്മോട് ഇടപെടുന്ന, നമ്മുടെ ഭാഷ അറിയാവുന്ന, നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ അറിയാവുന്ന ഒരു കർത്താവ് നമ്മോട് കൂടെയുണ്ട്. 3, ഹല്ലേലൂയ, അവൻ വചനത്താൽ നമ്മെ ബലപ്പെടുത്തും, നമ്മെ ഉത്സാഹിപ്പിക്കും. പലരുടെ വാക്കുകൾ സംസാരിക്കും, പലരും സംസാരിക്കും, പലരും ജീവിതത്തിൽ വന്ന് നമ്മളോട് കൂടെ നടക്കും. എന്നാൽ അവരുടെ വാക്കുകൾ കുത്തുവാക്കുകളായിരിക്കും, നിരാശപ്പെടുത്തുന്നതായിരിക്കും. യേശുവിൻ്റെ വാക്കിനെക്കുറിച്ച് വേദപുസ്തകം പറയുന്നു, അത് ലാവണ്യ വാക്കാ, അത് ബലപ്പെടുത്തുന്ന വാക്കാ, അത് നിന്നെ പണിയുന്ന വാക്കാ. യേശു ഒരു വാക്ക് പറഞ്ഞാൽ അല്ലെങ്കിൽ നിൻ്റെ അവസ്ഥയ്ക്ക് വ്യത്യാസം വരും. നിന്നെ പണിയുന്ന വാക്കത്രേ, നിന്നെ കൊല്ലുന്ന, നശിപ്പിക്കുന്ന, ഇല്ലാതാക്കുന്ന വാക്കല്ല. യേശുവിൻ്റെ വാക്ക് ശക്തിയുള്ള വാക്കാ, നിന്നെ യഥാസ്ഥാനപ്പെടുത്തുന്ന വാക്കാ. ഹല്ലേലൂയ. 4, യേശു ഹല്ലേലൂയ എന്താ ചെയ്യുന്നത്? യേശു നിന്നോട് കൂടെ കൂട്ടായ്മ ആചരിക്കും. യേശു എമ്മാവോസിലെത്തിയപ്പോൾ ശിഷ്യന്മാരോട് കൂടെ ഇരുന്ന് കൂട്ടായ്മ ആചരിച്ചു. അവരോട് ഒരുമിച്ച് അന്ന് രാത്രി കൂടെ പാർക്കാൻ യേശു തയ്യാറായി. അവൻ കൂട്ടായ്മ ആചരിക്കും, നിന്നോട് ഏറ്റവും കൂടുതൽ നല്ല ഫെലോഷിപ്പ് തരും. ഇത് അവസാനമായി ഒന്നുകൂടെ പറയട്ടെ, യേശു നിങ്ങളുടെ കണ്ണ് തുറത്ത് നിങ്ങളെ യഥാസ്ഥാനത്തേക്ക് കൊണ്ടുവരും. അപ്പം നുറുക്കിയപ്പോൾ അവരുടെ കണ്ണ് തുറന്നു എന്ന് വേദപുസ്തകം പറയുന്നു. നിങ്ങളുടെ കണ്ണുകളെ തുറക്കും, അടഞ്ഞിരിക്കുന്ന വാതിലുകളെ യേശു തുറക്കും, നിങ്ങളെ യഥാസ്ഥാനപ്പെടുത്തും. ഇന്ന് രാവിലെയും ഒടിഞ്ഞതാണോ, തകർന്നതാണോ, ഹല്ലേലൂയ, വെട്ടിക്കളയപ്പെട്ടതാണോ, ഛേദിക്കപ്പെട്ടതാണോ, യഥാസ്ഥാനപ്പെടുത്താൻ, തിരിച്ചൊട്ടിക്കാൻ, പണിയാൻ, ഹല്ലേലൂയ, എൻ്റെ കർത്താവ് വിശ്വസ്തനാ. ജീവിതത്തിൽ എവിടെ മുറിവ് വന്നാലും മുറിവ് കെട്ടാൻ, ഹല്ലേലൂയ, ചേർത്ത് ഒട്ടിക്കാൻ, തിരിച്ചു കൊണ്ടുവരുവാൻ, യഥാസ്ഥാനപ്പെടുത്തുവാൻ നമ്മുടെ ദൈവം വിശ്വസ്തൻ, നമ്മുടെ ദൈവം മതിയായവൻ. അവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തയേശുവിൽ ജയോത്സവമാക്കി നടത്തും. ഗാഡ് ബ്ലസ് യു. ആമീൻ, ആമീൻ.